ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നോമ്പ് തുറക്കാണ്. സൗദി അറേബ്യയിലെ നോമ്പ് തുറ. അപ്പോൾ ഇതൊരു ഹോട്ടലാണ്, ക്രൗൺ പ്ലാസ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മുടെ ഇഫ്താർ പാർട്ടി എന്നാണ് പറയുന്നത്. ഇഫ്താർ പാർട്ടി എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നെങ്കിൽ സ്റ്റേജ് മോൾ ഉണ്ടായിരുന്നു, ആദ്യം ബേബി ഉണ്ടായിരുന്നു, ആൻറ്റി ഉണ്ടായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടമുണ്ട്. അന്ന് അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് യൂട്യൂബിൽ മീൻസ് നല്ലൊരു ഓർമ്മയായിരുന്നു അത്. ഇപ്പൊ തന്നെ ഈ കാര്യത്തിൽ നിതിഞ്ഞാണ്ട് എനിക്ക് ഒരു ഹോട്ടലിൽ കിട്ടി. അച്ഛനാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോയിക്കാം. അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മരാങ്ങളാട്ടാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ചേച്ചി മോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, ഇന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, മറ്റതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കാം. അന്ന് ആദം ബേബിക്ക് 3 മാസമായി ഉണ്ടായിരുന്നുള്ളൂ, 3 മാസം ആവുണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് 50 ദിവസമായി ഇപ്പൊ വന്നതല്ല അവിടെ നിന്ന്. അപ്പൊ മാർച്ചിൽ തന്നെ ആയിരുന്നു. മാർച്ച് പകുതി അതായത് മാർച്ച് ലാസ്റ്റ് ഞങ്ങൾ പോയി. ആന്റി പിള്ളേർ സ്കൂളിൽ കൂട്ടിയിട്ട് വന്നേ. 3 മാസം ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായുള്ളൂ അവന്. അപ്പൊ അവനെ ആന്റി പിടിക്കും, ഞങ്ങൾ കഴിക്കും, കറിയും പിടിക്കും, എന്തൊക്കെ സെറ്റപ്പായിരുന്നു ഒന്ന്. എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൈവം സഹായിച്ച് അങ്ങനൊരു നല്ല ഓർമ്മയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ റമദാൻ നോമ്പ് തുറ. ഈ പ്രാവശ്യത്തെ റമദാൻ നോമ്പ് തുറ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഹലോ, അപ്പോൾ നിങ്ങൾ ഇനി കേൾക്കുന്നത് എൻ്റെ സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അവിടെ ഇല്ലല്ലോ, പിന്നെ എന്താണ് ഈ വീഡിയോയിൽ എൻ്റെ സൗണ്ട് എന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ പരിപാടി നടക്കണതുകൊണ്ട് തന്നെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ എന്ത് സംഭവിച്ചു, സൗണ്ട് ഒന്നും കേൾക്കണില്ല. സൗണ്ട് അതായത് അനൗൺസ്മെൻറ്റിൻ്റെ സൗണ്ടൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നതൊന്നും കേൾക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹോട്ടലിൽ ഞാൻ പോയിട്ടില്ല. ഞങ്ങൾ വേറെ ഹോട്ടൽസിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഈ ഹോട്ടലിൽ പോയിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസൊക്കെ എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനും കാണുന്നുള്ളൂ. എനിക്കിത് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് എനിക്കറിയില്ല. കാരണം ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ നോക്കിയിരിക്കുന്ന പോലെ തന്നെ ഞാനും നോക്കിയിരിക്കുന്നത്. കണ്ട് കൊതിക്കുക എന്നല്ലാണ്ട് നമുക്ക് കയ്യിൽ കിട്ടണില്ലല്ലോ. സംഭവം എല്ലാം കാണാം, അല്ലാണ്ട് വേറെ ഉപകാരമൊന്നും നമുക്കില്ല. നമ്മൾ വെറുതെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കാണാൻ എന്തായാലും നല്ല സംഭവമൊക്കെ ഉണ്ട്. ഡെക്കറേറ്റ് ചെയ്ത് ഫുഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കാണുമ്പോൾ കൊതിയാവണമുണ്ട്. പക്ഷെ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ഇഫ്താർ പാർട്ടിക്ക് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, നോമ്പിൻ്റെ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ ഹോട്ടൽസിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആദം ബേബിക്ക് പോകാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ആദം ബേബി ഫുള്ളിട്ട് കളിച്ച് ശരിയായേനെ. പക്ഷേ ഇപ്പം നമ്മുടെ ആദം ബേബി നാട്ടിലായി പോയില്ലേ, അല്ലെങ്കിൽ ആദം ബേബി അവിടെ ഫുൾ ഓടി കളിച്ച് സെറ്റാക്കിയേനെ. നമ്മൾ കുറേ ഫുഡ് ഐറ്റംസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നു. പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ആകപ്പാടൊരു പകപ്പാണ്. അതായത് കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ എന്ത് കഴിക്കുന്നുള്ള കൺഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും എന്തോരം ഐറ്റംസ് ഇവനൊക്കെ എന്തോരം സാധനങ്ങൾ തിന്നണേന്ന് വിചാരിക്കും. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ സത്യം. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം. ഞങ്ങളിങ്ങനെ ഇഫ്താർ പാർട്ടിക്ക് പോയിട്ട് ഫുഡ് കഴിക്കും. പിന്നെ നമ്മുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് വിട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും നമ്മളൊരു കൈ നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിടുള്ളൂ, അത് വേറെ കാര്യം.
മുൻപ് ഞാനും സ്റ്റെബിയൊക്കെ ഷെയ്ക്കൊക്കെ കുടിക്കാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊരു ഷെയ്ക്ക് വാങ്ങി കഴിഞ്ഞാൽ അത് ഫുള്ള് കുടിക്കാൻ പറ്റില്ല. അതായത് കുറച്ച് കുടിച്ച് കഴിയുമ്പോഴേക്കും മട്ടിപ്പായിരിക്കും. അപ്പോൾ സ്റ്റെബി എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പാട്ടാ, നീ കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക, അപ്പം മട്ടിപ്പ് മാറി കഴിയുമ്പോൾ വീണ്ടും കഴിക്കാമല്ലോ. അതുപോലെ ഇത് കഴിക്കണതിൻ്റെ ഇടയ്ക്ക് ഓരോ ഫ്രൂട്ട്സ് കഴിക്കുക, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ സാലഡ്സ് കഴിക്കുക. അപ്പം അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മട്ടിപ്പ് മാറി കിട്ടും. അതൊരു നല്ല ടിപ്പാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് എടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് സലാഡാണ്. സലാഡ്സ്, ഫ്രൂട്ട്സാണ് മെയിൻ. ഫ്രൂട്ട്സ് കഴിച്ചില്ലെങ്കിൽ പരിപാടി തീരും. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാനുള്ള നോക്കണം. ഫ്രൂട്ട്സ് സെക്ഷനിലേക്കുള്ള ബാക്കപ്പാണ് ഇനി. പ്ലേറ്റ് എവിടെയാണോ? ഫ്രൂട്ട്സ് വലിയ കാര്യമായിട്ടില്ല. എടുക്കാം. ഓക്കെ. നിങ്ങളിങ്ങനെ ഇഫ്താർ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുകയെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ പോലെ തന്നെയാണോ നിങ്ങൾക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ എല്ലാവർക്കും വ്യത്യാസമായിരിക്കും. ചിലവർക്കൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും, ചിലവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യാമെന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. എല്ലാവരോടും ഹോട്ടലിൽ ഇത് നടന്ന് സ്കാൻ ചെയ്ത് മേടിക്കുക, റിവ്യൂ സ്കാൻ ചെയ്തിട്ട് നടക്കുന്ന ആളാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റൊക്കെ കഴിഞ്ഞു, വയറൊക്കെ നിറഞ്ഞു, വയ്യാണ്ടായി. ഗായ്സ്, നമ്മൾ നമ്മുടെ റൂമിലെത്തി. കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഫുഡ് കഴിച്ചു, നല്ല അടിപൊളിയായി. വയറൊക്കെ ഉണ്ടില്ലേ, ബൂം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. നല്ല ഫുഡ് കഴിച്ചു, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. സോ എന്താണ് പറയാൻ വന്നത്? അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇവരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ ആ സങ്കടമൊക്കെ ഇനി അങ്ങനെ പോട്ടെ. ഇനി അടുത്തതെന്ന് പറഞ്ഞത് നമ്മുടെ IPL ഓടുണ്ട്, SRH vs ലക്നൗ. അപ്പോൾ ആ കളി കാണുക. അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി അച്ഛൻ വരുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അച്ഛൻ വയ്യാണ്ടായി ഫുഡ് കഴിച്ച് വയ്യാണ്ടായി പറഞ്ഞത് നമുക്കൊന്ന് കാണാം. കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് മൂന്നാൾക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. പിന്നെ എന്നിട്ടാണ് പറയുന്നത്, നിക്കോളസ് 4-6 എന്ത് മാച്ച് തീ പാറുന്നാണ് പറയുന്നത് IPL. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പം പിന്നെ നമ്മുടെ എമ്പുരാന്റെ കാര്യം ചോദിക്കാൻ മറന്നു. എല്ലാവരും പോയി സിനിമ കണ്ടോ, എങ്ങനെയാണ് സിനിമ? നമ്മളിപ്പോൾ TV കാണും, മറ്റേ റിവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാർ പറയുന്നത് നല്ല സിനിമയാണ്, കുറച്ച് ആൾക്കാർ പറയുന്നത് പൊട്ടപടമാണ്. എന്തിനാണ് ഒരു പടം പൊട്ടയാണെന്ന് വെച്ചാലും എന്താ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. ഇത്ര പേർക്ക് പൈസ ചിലവാക്കിയെടുത്ത പടമല്ലേ. അപ്പം നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതല്ലേ നോക്കണ്ടേ. കാരണം നമ്മുടെ മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിൽ ഇത്രയും നല്ലൊരു പടം ഇനി ഇതുവരെ വന്നിട്ടില്ല, ഇത്ര പൈസ ചിലവാക്കിയത്. അപ്പം നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പോയി പടമൊക്കെ പോയി കണ്ട് നല്ല ലാലേട്ടൻ സിന്ദാബ. എങ്ങനെയുണ്ട് പരിപാടി? ഞങ്ങളുടെ പരിപാടി സൂപ്പറായിരുന്നു. അച്ഛന്റെ പരിപാടി ഒന്നും കഴിച്ചില്ല, ഒന്നും കിട്ടിയില്ല. അതോടൊന്ന് ചെമ്മീണ്ടായ മതി തകർത്തൂലേ വയറുന്നോട്ട്. അച്ഛൻ നിന്നെ വിളിച്ചത് ഇവിടെ ഒന്നില്ല അതറിയാനാ, ഇവിടെ സാധനങ്ങൾ ഉണ്ടോന്ന് അറിയാനാണോ വിളിച്ചത്? ഓക്കെ. മറ്റേ ഇതുണ്ടായിരുന്നു, സീ ഫുഡ് ബോള്, ഞണ്ട്, മറ്റേ ഇതൊക്കെ കളഞ്ഞിട്ട് മാംസം മാത്രം. പിന്നെ സ്ക്വിഡ്, ചെമ്മീനല്ല ഇത് മീൻ ഫില്ലറ്റ്. ഹലോ ഗൈസ്, അപ്പൊ അച്ഛൻ വന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു. പിന്നെ നമ്മുടെ വീഡിയോക്ക് സബ്സ്ക്രൈബേഴ്സും
ഷെയറിങ്ങും ലൈക്കും ഒക്കെ വളരെ കുറവാണ്. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു സപ്പോർട്ടാണ് നമ്മുടെ മെയിൻ എന്താ പറയുക ഒരു ഇത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അനുഗ്രഹിക്കല്ല സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സി യു. ശരി മോളെ, അത് മോനെ. അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം. പിന്നെ വേറൊരു